പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റ് ആണ് കേട്ടോ. ഈ അപ്ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയേറെ ഉപകാരമായിരിക്കും. അതുപോലെ മറ്റൊരു കാര്യം പറഞ്ഞോട്ടെ, എൻ്റെ കഴിഞ്ഞ 2 ദിവസത്തേക്ക് മുമ്പുള്ള വീഡിയോ അതും പുതിയ ഒരു അപ്ഡേറ്റ് ആണ്. അതും നിങ്ങൾക്ക് ഉപകാരമായിട്ടുള്ള ഫോട്ടോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു നല്ലൊരു അപ്ഡേറ്റ് ആണ് വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ലിങ്ക് നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിരിക്കാം. നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ കമന്റിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കാണാവുന്നതാണ്. വളരെ നല്ലൊരു അപ്ഡേറ്റ് ആണത്. ഈ അപ്ഡേറ്റ് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്. അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും നമുക്ക് വാട്സപ്പിലെ അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ വാട്സപ്പ് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിനു ശേഷം നമ്മൾ ചാറ്റ് എടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ ഒരു ചാറ്റ് നമ്മൾ ഇതുപോലെ എടുക്കുമ്പോഴത്തേക്ക് ഇതിൽ നമുക്ക് ഏതെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് അത്യാവശ്യമായിട്ട് ഏതെങ്കിലും ഒരു ആളൊരു മാരേജ് ഫംഗ്ഷൻ അറിയിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വീട് ഗൃഹപ്രവേശം നമ്മളെ അറിയിക്കുകയോ അങ്ങനെ ഏതെങ്കിലും നമ്മൾ അവരിൽ പങ്കെടുക്കാനുള്ള ഒരു ഫംഗ്ഷൻ നമ്മളെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അവർ വാട്സപ്പിൽ ഒരു ലെറ്റർ ഇതുപോലെ പോസ്റ്റ് ചെയ്യും. അത് നമുക്ക് ആ ദിവസം ഓർമ്മിച്ചു വെക്കാനുള്ള ഒരു മാർഗമാണ് വാട്സപ്പ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. ഏത് മെസ്സേജാണോ നമുക്ക് ഇതുപോലെ ആവശ്യം, നമുക്ക് മറ്റൊരു ദിവസം ഓർമ്മിക്കേണ്ട ആവശ്യമെന്ന് ഉള്ള ആ മെസ്സേജ് നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു ബെല്ലൈക്കൻ പുതുതായിട്ട് വന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതുവരെ നമുക്ക് ഈ ബെല്ലൈക്കൻ വാട്സപ്പിൽ ഇല്ലായിരുന്നു. ഇപ്പോൾ ഇതാ ഒരു ബെല്ലൈക്കൻ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം, ടോപ്പിൽ കാണാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ഫോണിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ കയറി ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. 1-2 അപ്ഡേറ്റിനകത്ത് ഈ ബെല്ലൈക്കൻ വരുന്നതാണ്. ഇത് ഞാൻ ലോങ് പ്രസ് ചെയ്തതിനു ശേഷം ഈ ബെല്ലൈക്കൻ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതില് നമ്മൾ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതിന് നമുക്കിവിടെ 2 മണിക്കൂർ, 8 മണിക്കൂർ, 24 മണിക്കൂർ, കസ്റ്റം എന്ന് പറഞ്ഞ് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഏത് ദിവസം വേണമെന്നുണ്ടെങ്കിലും നമ്മൾ കസ്റ്റം എന്ന് പറഞ്ഞ ലാസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഇതുപോലെ ക്ലിക്ക് ചെയ്തതിനു ശേഷം നമുക്കിവിടെ കണ്ടോ, നമ്മുടെ ആ കലണ്ടർ ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ഏത് ദിവസമാണ് അത് ഓർമ്മിക്കേണ്ടത് എന്നുള്ളത് ഇവിടെ നമ്മൾ രേഖപ്പെടുത്തിയതിനു ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ സമയം രേഖപ്പെടുത്തി കൊടുക്കുക. ഞാനിപ്പോൾ അടുത്ത മിനിറ്റ് തന്നെയാണ് കൊടുക്കാൻ പോകുന്നത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഒരു 11:22 ഞാനിവിടെ കൊടുത്തിരിക്കുകയാണ്. സെറ്റ് റിമൈൻഡർ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിവിടെ റിമൈൻഡ് ആയിരിക്കുന്നത് നമുക്കിവിടെ സേവ് ആയിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മളിത് ഇതുപോലെ നമുക്ക് ഡേറ്റ് ഏത് ദിവസത്തെ ഡേറ്റ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ വെക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ഏത് ഓപ്ഷനിൽ നിന്നാലും ശരി തന്നെ, നമ്മൾ വേറെ ഏത് ഫേസ്ബുക്കോ വേറെ എടുത്താലും ശരി തന്നെ, ഇതാ കണ്ടോ, ഇതേപോലൊരു നോട്ടിഫിക്കേഷൻ നമുക്കിവിടെ വരുന്നത് കാണാൻ സാധിക്കും. ഇതാ കണ്ടോ, ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും. ആ ദിവസം നമുക്ക് കറക്റ്റായിട്ട് അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് പുതുതായി വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ള നല്ലൊരു ഡേറ്റ്. ഇതെന്തായാലും നിങ്ങളുടെ ഫോണിൽ വന്നോ എന്ന് നിങ്ങൾ നോക്കുക. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോക്ക് ലൈക്ക് തരിക. കാര്യം ഓരോ ലൈക്കും നമുക്ക് ഓരോ പ്രചോദനമാണ്. യൂട്യൂബ് ആയാലും ഫേസ്ബുക്ക് ആയാലും നമ്മുടെ വീഡിയോ മറ്റുള്ളവരെ കയ്യിലെത്തിക്കുന്നത് ലൈക്കിന്റെ ഫലമായിട്ടാണ്. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നവരെ ഗുഡ് ബൈ. എം കെ ചോയ്സ്.